അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനെ മറിയാം, നിനക്ക് ഉപ്പാന്റെ ഫോണുണ്ട് കേട്ടോ. അതും പറഞ്ഞ് ആസിഫ് ഫോൺ ഏൽപ്പിച്ച്. ഹലോ, അസ്സലാമു അലൈക്കും. എന്തോ എന്റെ ഫോണിലേക്ക് വിളിക്കാതെ ആസിഫിക്കാന്റെ ഫോണിലേക്ക് വിളിച്ചത്? മോളെ, ഞാൻ ഫോണിൽ നിന്റേക്ക് വിളിച്ചല്ലോ, കിട്ടുന്നില്ല, നീ എടുക്കുന്നില്ല. ഡേ, ഉപ്പാക്ക് എന്തോ ഒരു വിഷമം മോളെ, എന്നെ കാണാഞ്ഞിട്ട്. എന്റെ കുട്ടിക്ക് നല്ലോണം ഇഷ്ടായിട്ടുണ്ടോ എന്നെ? ആ ഉപ്പാ, എന്നെ പൊന്നുപോലെ നോക്കൂ, എനിക്ക് ഉറപ്പാ. ആയിക്കോട്ടെ മോളെ, എന്നാലേ ഞമ്മക്കത് നോട്ടാട്ടോ. ഓക്കെ ഉപ്പാ. ഉപ്പാക്കൊരു ഉമ്മ. ഉമ്മ എവിടെ ഉപ്പാ? ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അലക്കാൻ പോയിന്ന് തോന്നുന്നു മോളെ. ഉപ്പ എന്നാ നിങ്ങള് പറയണട്ടോ ഉമ്മ വന്നിട്ട്. ആ കുഞ്ഞെ, ഞാൻ പറയാ, എന്റെ സന്തോഷമാണ് കുഞ്ഞെ, ഞങ്ങൾക്ക് വലുതിട്ടാ. ആ ഉപ്പ, എന്നാ ശരിട്ടാ. ജപ്പാ ആസിഫ്, എന്താ മോളെ, കുറെ സമയമായി വിളിക്കുന്നത്? അതെ, ഉപ്പാക്ക് എന്തോ ഒരു ടെൻഷൻ എന്നെ കാണാഞ്ഞിട്ട്. കുറെ ഇന്നലെ പറഞ്ഞില്ലേ, ഇപ്പം പറയാട്ടോ, നിന്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്. അപ്പൊ നമ്മുടെ കല്യാണം നടക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ നിങ്ങളെ ഉമ്മക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ എന്താണാവോ. ഡേ, വിളിക്കുക, എന്നിട്ട് എന്താ ഉമ്മ പറയണ നോക്കാം. അങ്ങനെ ഉമ്മയുടെ ഫോണിലേക്കിട്ടാ ഫോൺ റിങ് ചെയ്തു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ ഉമ്മ, സുഖല്ലേ? ആരാപ്പത്? പഠിച്ചോനെ, എവിടെ ഞാൻ? ആസിഫ് എവിടെ? ഇവിടെ മോനും ഞാനും മാത്രമേ ഉള്ളൂ. ആസിഫൊക്കെ ഓഫീസിൽ പോയി ഉമ്മ. മോള് സ്കൂളിലും പോയില്ലേ? പണിയൊക്കെ കഴിഞ്ഞ അങ്ങനെ ഇരിക്കുമ്പോ ഉമ്മാക്ക് വിളിക്കാന്ന് വിചാരിച്ച് നിക്കായിരുന്നു ട്ടാ. അതെന്താ? ഉമ്മ, നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ മോൻ കല്യാണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്? ഇല്ല മോളെ, എന്നാലും എൻ്റെ മോൾക്ക് എന്നോട് ചോദിക്കാനുള്ള മനസ്സ് പഠിച്ച റബ്ബ് തന്നാൽ നല്ലൊരു കുട്ടി ട്ടോ. വിധയേക്കാൾ നല്ലൊരു കുട്ടിയാന്ന് തോന്നുന്നു. എൻ്റെ മോനക്ക് അതന്നെ മതി. ഉമ്മ ഫോൺ വിളിക്കുന്നതിനിടയിൽ മിണ്ടാതായിട്ടോ. എന്താ ഉമ്മ മിണ്ടാത്തത്? ഞാൻ ഓരോന്ന് ഓർത്തു പോയി, പിന്നെ സന്തോഷം വന്നു, മിണ്ടാൻ കഴിഞ്ഞില്ല മോളെ. എന്തൊരു വിഷമം ഉണ്ടോ ഉമ്മ അങ്ങക്ക്? ഇല്ല കുഞ്ഞെ, എൻ്റെ കുട്ടി എൻ്റെ മോൻ്റെ പെണ്ണായി വരണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഉമ്മ, വിധിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. എന്നാ ശരി കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. നാട്ടിൽ ആയിഷുമ്മ കേട്ടോ. ഇക്ക നോക്കിയാ നിങ്ങള്? എവിടെ ഇക്ക? ഞാൻ ഇവിടെ ഒരു തേങ്ങ വീണപ്പേ അത് എടുക്കാൻ പോയതാടി. ഇജെന്ത് വിളിച്ചു പോകുന്നത്? എന്റെ നോക്കിയാണി ആ പെണ്ണില്ലേ എന്നെ വിളിച്ച്. ഇക്ക, അതിന്റെ സ്വഭാവം എന്തൊരു നല്ല സ്വഭാവം, നല്ലൊരു പെരുമാറ്റവും എനിക്കിഷ്ടായിട്ടോ. എനിക്കെന്തിനാടി ഇഷ്ടാവുന്നത്? ആസിഫിനല്ലേ ഇഷ്ടമാണ്ടാവുള്ള? അതൊന്നുമല്ല, എനിക്കും പറ്റണം, എനിക്ക് പറ്റിക്കണം. ഞാൻ ചെറിയ വിളിക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അവള് വരുന്നു. വണ്ടി വന്നിട്ടോ. എടി, എവിടെ എൻ്റെ കുട്ടികള്? ഉമ്മ, ഇന്നും നാളെയൊന്നും സ്കൂളില്ലല്ലോ, അപ്പൊ ഇങ്ങോട്ട് പോകുന്നതാട്ടാ നിങ്ങള്. അതിനെന്താടി ഇങ്ങോട്ട് വരാനൊക്കെ എന്നോട് പറയണോ? എനിക്ക് ഇങ്ങോട്ട് എപ്പോഴും വരാലോ, എൻ്റെ വീട്ടല്ലേ ഇത്. ഉമ്മ, പർസൻക്കൊന്നുമില്ലല്ലോ? ഓൾക്കൊന്നുമില്ല. എടി, അതൊന്നുമല്ല, നല്ലൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്തുമ്മ? നോക്കിയാ ആസിഫിന്നില്ലേ, അവന്റെ വീട്ടിൽ വന്ന കുട്ടീനെ കെട്ടാണോലോ. അത് നന്നായിട്ടോ ഉമ്മ. ഓനക്കും വേണ്ടമ്മ ഒരു തുണ, എന്നും ഇങ്ങനെ നിന്നാ പോരല്ലോ. ആ മക്കൾക്കും നല്ലതായ മതിയേനി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടേ. അതൊക്കെ കണ്ടിട്ടാണോ എനിക്ക് ഇഷ്ടായത് ഉമ്മ. ഇനി ആബിദ് എന്തും പ്രശ്നം ഉണ്ടാക്കുവോ? എന്തിന്? ഓളെ ഒഴിവാക്കിയിട്ടില്ലേ? ഓളിങ്ങോട്ട് വരട്ടെ, മക്കളെ ചോദിച്ച് വന്നാലോ. അതിനാരാ ഐറ്റങ്ങളെ കൊടുക്കുക? എന്നിട്ട് ഐറ്റങ്ങൾ എന്തെങ്കിലും കാട്ടിയിട്ട് നമ്മൾ കാട്ടിയതാണെന്നും പറഞ്ഞ് കേസ് കൊടുക്കാനോ? വേണ്ടോള്. ഓളായിട്ട് നമുക്കൊരു ബന്ധമില്ലല്ലോ, പിന്നെന്താ? ഓളതിനൊന്നും പറ്റൂല. എൻ്റെ കുട്ടികളെ കാക്ക റബ്ബേ, ഞാൻ വിട്ടു കൊടുക്കില്ല എൻ്റെ കുട്ടികളെ. എന്ത് തന്നെ വന്നാലും അതെന്നമ്മ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ കുട്ടികളെ നോക്കിയിട്ടുമില്ല, ഇനി നോക്കാൻ പോകുന്നുമില്ല. ഉമ്മ, അവളെവിടെയെങ്കിലും പോയിക്കോട്ടെ, നമ്മൾ അന്വേഷിക്കണ്ടല്ലോ. ഷെഫി എവിടെ? ഇക്ക ഞങ്ങളെ കൂട്ടിൽ കൊണ്ടുപോകാൻ വരുമ്മ. ഓൻക്ക് എന്താ ഇങ്ങോട്ട് വന്നാലേ? മക്കളെ, ഉമ്മൻ്റെ കുട്ടികൾ വരെ, ഉമ്മ ചായ തരാട്ടോ. അങ്ങനെ ഉമ്മ എല്ലാവർക്കും ചായ കൊടുത്തു. മക്കളെ, ഈ ഡ്രസ്സൊക്കെ അയച്ചു വെക്കി, മുത്തമണികൾ ഉമ്മമ്മൻ്റെ.
ആ ഉമ്മമ്മ കഴിച്ചേക്കാട്ടാ. ഉമ്മമ്മന്റെ കുട്ടികൾ വേദി എന്താണ് നമുക്ക് ഉണ്ടാക്കണ്ടേ? നമുക്ക് ബിരിയാണി വെക്കട്ടെ ഉമ്മമ്മ. ഓ ആയിക്കോട്ടെ ഉമ്മമ്മന്റെ കുട്ടികൾ വേദി. അങ്ങനെ അവർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഉമ്മമ്മനെ സഹായിച്ചിട്ടാ. അങ്ങനെ ബിരിയാണി ആയിട്ടോ. എല്ലാവരും വേദി കഴിക്കാനാണ് കേട്ടോ. ഉപ്പ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കാട്ടോ. അങ്ങനെ അവർ എല്ലാവരും കഴിക്കാട്ടോ. അനസ് പറയാട്ടോ. ഫർസുമോളോട് വാട്സപ്പ് ചാറ്റാട്ടോ അനസ്. ഫർസു നീ ഇല്ലാഞ്ഞിട്ടടി എന്തോ രസല്ലടാ അവിടെ. ഇക്ക എന്നെ കൊതിപ്പിക്കല്ലേ നിങ്ങള്. അവിടെ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നല്ല രസം ഉണ്ട് ട്ടാ. നീ ഇല്ലായിട്ട് നമുക്ക് രസമല്ലല്ലോ. ഞാനും വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഇനി ഞാൻ ഒറ്റക്കല്ലല്ലോ. ഇനി ഞാൻ രണ്ടാള് ആണ് ട്ടോ ആയിട്ട് ഇൻഷാല്ലാ വരും. ഓക്കെ മുത്തേ. അങ്ങനെ അവർ ഭക്ഷണം അവർ കുഞ്ഞുങ്ങളും ചെറിയ ഉമ്മയും ബാപ്പയും അനസും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടോ. അങ്കിളെ നല്ല രസമുണ്ടല്ലോ ബിരിയാണി. അതെയോ മക്കൾക്ക് ഇഷ്ടായോ? യെസ്. ഇനി അങ്കിള് വേറെ സാധനം കൊണ്ടുവരണ്ട കേട്ടോ അങ്കിളിന്റെ കുട്ടികൾക്ക്. ഓ ആയിക്കോട്ടെ അങ്കിളെ. അങ്കിള് മക്കൾക്കെല്ലാം വാങ്ങിച്ചു കൊണ്ട് കൊടുത്തുട്ടോ. ഇനി ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.